ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മ പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യം എന്ന ഒരു വിഷയമാണ്. പരിശുദ്ധ അമ്മ പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യം. എല്ലാവരും ഉറക്കെ പറഞ്ഞ പരിശുദ്ധ അമ്മ പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യം. അപ്പൊ നമ്മൾ എന്താണ് പ്രത്യാശ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ എന്താണ് മരണത്തിനും അപ്പുറം ഒരു ഉയർപ്പുണ്ടെന്നുള്ള വിശ്വാസമാണ് പ്രത്യാശ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മൂന്നാം ദിനമുണ്ട് എന്നുള്ള ഒരു എന്നുള്ളതാണ് പ്രത്യാശ. മനുഷ്യന്റെ തീരുമാനങ്ങൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ സ്നേഹം തുടങ്ങുന്നതാണ് പ്രത്യാശ. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ പോലെ പ്രത്യാശ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. അത് നമ്മൾ പരിപോഷിപ്പിക്കുന്നത്. ഞാൻ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു. ഇനി പരിശുദ്ധ മറിയം പ്രത്യാശയുടെ പരമോന്നതമായ സാക്ഷ്യമാണോ? ആണോ അല്ലയോ? ആണ് എന്നുള്ളതെല്ലാം കൈയുർത്താവോ? എൻ്റെ പ്രസംഗം കേട്ട് ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം പരിശുദ്ധ കന്യകാ മറിയം പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യമാണ് അല്ലേ? ഈ പ്രത്യാശയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഹോപ്പ്. ഹോപ്പ്. പരിശുദ്ധ കന്യകാ മറിയം പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യം. മദർ മേരി ഹോപ്പ് നമ്പർ 1. മംഗളവാർത്തയുടെ സമയം ഞങ്ങൾ എടുക്കുക. ഗബ്രിയേൽ ദൂതൻ വന്ന് നീ ഒരു പുത്രന് ജന്മം നൽകും, അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ മറിയം ക്ലോസപ്പ് പുഞ്ചിരിയോടുകൂടിയാണോ നിന്നത്? ഇല്ല, സങ്കടമായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞുള്ളൊരു, നമ്മൾ നിസ്സാരമായിട്ടൊക്കെ വായിച്ചു പോവുമെങ്കിലും ആ ഒരു സ്ത്രീ കടന്നുപോയ വിഷമം, സഹനം വലുതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഈ സഹനമുണ്ടെങ്കിൽ ഇതെന്ത് സംഭവിക്കും ഇത് മനസ്സിലായിട്ട് പോലുമില്ല. എങ്കിലും മറിയം എന്ത് ചെയ്തു? പ്രത്യാശിച്ചു. പ്രത്യാശയോടുകൂടെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. സോ മറിയം പ്രത്യാശയുടെ പരമോന്നത. മദർ മേരി ഹോപ്പ് നമ്പർ 2. എലിസബത്തിന്റെ മുമ്പില്. അപ്പൊ ഉള്ളില് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉള്ളിൽ പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ ഉള്ളിൽ വച്ചുകൊണ്ടിരുന്നില്ല. പരിശുദ്ധ കന്യാമറിയം എന്ത് ചെയ്തു? ഉള്ളിലെ പ്രത്യാശ ദൈവത്തിന്റെ സ്തുതിയായി, അവൾ ഒരു ഗീതമായി തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ, തൻ്റെ അടുക്കലുള്ളവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവരുടെ മുൻപിൽ പ്രഘോഷിച്ചു. ഉള്ളിലെ പ്രത്യാശ മറ്റുള്ളവരോട് പങ്കുവച്ചു. പരമോന്നത സാക്ഷ്യം, പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളില് പ്രത്യാശയുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ, ദൈവം നിങ്ങൾക്ക് നൽകിയ ദാനമാണ് പ്രത്യാശ. അപ്പൊ ഈ പ്രത്യാശയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രത്യാശ നിഷ്ക്രിയമായി ഒതുക്കി വെക്കേണ്ട ഒന്നല്ല, അത് മറിച്ച് എന്ത് ചെയ്യണം? പങ്കുവയ്ക്കാനുള്ളതാണ്. കുടുംബത്തിലൊക്കെ പങ്കുവയ്ക്കണം. മദർ മേരി ഹോപ്പ് നമ്പർ 3. യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനന സമയത്ത് യേശുവിനെ ജന്മം നൽകാനായിട്ട് വന്നപ്പോ ഏത് കാറിലാണ് വന്നത്? ഏത് റോഡ് വഴിയാ വന്നത്? ഒരു റോഡും ഇല്ല, ഒന്നുമില്ല, കാറും ഇല്ല, തടസ്സങ്ങൾ, വാതിലുകൾ മുട്ടിയിട്ട് തുറക്കുന്നില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും അവൾ എന്ത് ചെയ്തു? പ്രത്യാശയോടുകൂടെ ജന്മം നൽകാനായിട്ട് തന്നെ സമർപ്പിച്ചു. ആ ഉണ്ണിയെ കാണാൻ വന്ന ഇടയന്മാരെയും രാജാക്കന്മാരെയും എല്ലാവരെയും അവൾ പ്രത്യാശയുടെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിച്ചു. മറിയം പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യമാണ്. മദർ മേരി ഹോപ്പ് നമ്പർ 4. ശിമയോന്റെ പ്രവചനം. ദേവാലയത്തില് തൻ്റെ കുമാരനെ, തൻ്റെ പുത്രനെ സമർപ്പിക്കാനായിട്ട് പോയപ്പോ അവിടെ ശിമയോൻ പ്രവാചകൻ എന്താ പറയുന്നത്? നിന്റെ ഹൃദയത്തില് ഒരു വാൾ കിടക്കും, നിന്റെ ദൈവമേ കട്ടപ്പോക. പരിശുദ്ധ മറിയം എന്ത് വിചാരിച്ചു കാണും? നിർത്തിയിട്ട് പോയാലോ എന്നൊക്കെ ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവും. ഇനി അങ്ങോട്ടുള്ള ജീവിതം കഷ്ടപ്പാടാണ് എന്നതാ ഇദ്ദേഹം തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. ഇനി വേറെ വഴിയില്ല എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. എങ്കിലും പരിശുദ്ധ മറിയം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പദ്ധതി എന്നെ രക്ഷിക്കും എന്ന് പൂർണ്ണമായ പ്രത്യാശയോടുകൂടെ പരിശുദ്ധ മറിയം മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ എന്ന കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാക്കി വച്ചുകൊണ്ട് പോകുന്നതല്ല പ്രത്യാശ. എൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലും എൻ്റെ വേദനകൾക്കിടയിലും ദൈവത്തിന് കഴിയും എന്നുള്ള ഉറപ്പായി വിശ്വസിക്കുന്നതാണ് പ്രത്യാശ. മദർ മേരി ഹോപ്പ് നമ്പർ 5. കാനായിലെ കല്യാണം. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. അപ്പൊ എന്ത് ചെയ്തു? മറിയം അവിടെ ഒരു പ്രത്യാശ. മറിയം പോയി യേശുവിനോട് പറഞ്ഞു, മകനെ,
വീഞ്ഞ് തീർന്നു പോയി. അപ്പൊ യേശു എന്താ പറഞ്ഞത്? സോറി, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. വീണ്ടും അവിടെയും ഹോപ്പ് പോയി. മറിയം നിർത്തിയിട്ട് പോയില്ല. മറിയം എന്ത് പറഞ്ഞു? പറയുന്നത് ചെയ്യും, നടക്കും. ചെയ്യേണ്ട സമയത്ത് നടക്കും. ദൈവം നടത്തേണ്ട സമയത്ത് നടത്തും എന്നുള്ള ഹോപ്പ്. ഇതാണ് പ്രത്യാശ. പരിശുദ്ധ കന്യകാമറിയം പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യമായിരുന്നു. മദർ മേരി ഹോപ്പ് നമ്പർ 6, കുരിശിൻ ചുവട്ടില് മറിയത്തിന്റെ പ്രത്യാശയുടെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അത്. ഒത്തിരി പീഡകൾ സഹിച്ചു, ഒത്തിരി അടിയും സഹനങ്ങളും വേദനകളും ഒക്കെ ഏറ്റുവാങ്ങി കുരിശില് സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ കുരിശ് വിട്ട് ദൂരേക്ക് പോയില്ല. മരണത്തിനും അപ്പുറം ഒരു ഉയർപ്പുണ്ടാകും, ഇതിനുമപ്പുറം ഒരു ജീവിതം ഉണ്ടാകും, ദൈവത്തിന്റെ പദ്ധതി നടക്കും എന്ന് പ്രത്യാശയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയം ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നു. പരിശുദ്ധ മറിയം പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യമാണ്. മദർ മേരി ഹോപ്പ് നമ്പർ 7, പെന്തക്കോസ്താ ദിനം. യേശുവിൻ ഉദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം ശിഷ്യന്മാരോടൊപ്പം യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് വരും, നമ്മളെ ശക്തിപ്പെടുത്തും എന്ന് പൂർണ്ണമായ പ്രത്യാശയോടുകൂടെ അപ്പോസ്തലന്മാരോടൊപ്പം ചേർന്ന് പ്രത്യാശയോടുകൂടെ പരിശുദ്ധ മറിയം അവരോട് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ആ ഒരു സംഭവത്തിലൂടെ മറിയം പഠിപ്പിക്കുന്നത് പ്രത്യാശ വ്യക്തിപരമായ ഒന്നല്ല, സാമൂഹികപരമായ ഒന്നും കൂടെയാണ്. ആ സമൂഹം മുഴുവൻ, അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ ആ മറിയത്തിന്റെ പ്രത്യാശ കണ്ട് അവരെല്ലാവരും പ്രത്യാശയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ വരവിനായിട്ട് പ്രാർത്ഥിച്ചു. അത് നടന്നു. ഞാൻ 7 ആയപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. കാരണം 7 പൂർണ്ണതയാണ്. ഇനിയും ഒത്തിരി സംഭവങ്ങളുണ്ട്. പരിശുദ്ധ മറിയം പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യമാണെന്ന് പറയാനായിട്ട്. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. എന്താണ് വാക്യം? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഉറക്കെ പറഞ്ഞേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. വെരി സിമ്പിൾ ആണ്. 5:5. ഈ വചനമാണ് ഫ്രാൻസിസ് പാപ്പ എടുത്ത് ധ്യാനിച്ച് ഈ ഒരു ജൂബിലി വർഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറിയം തന്റെ യാത്രയിൽ നിരാശയായില്ല. തന്റെ പല യാത്രകളിലും അവൾ നിരാശയായില്ല. കാരണം എന്താ? പ്രത്യാശയുണ്ടായിരുന്നു. പരിശുദ്ധ മറിയം തന്റെ പുത്രനെ നഷ്ടപ്പെട്ടപ്പോഴും നിരാശയായില്ല. അവൾ പ്രത്യാശയോടെ തിരിച്ചുപോയി ദേവാലയത്തിലേക്ക്. കാരണം എന്താ? പ്രത്യാശയുണ്ടായിരുന്നു ഉള്ളില്. പരിശുദ്ധ മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നും മാറിയില്ല, നിരാശയായില്ല. കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോഴും നിരാശപ്പെട്ടില്ല. കാരണം എന്താ? ഉള്ളിൽ പ്രത്യാശയുണ്ടായിരുന്നു. പ്രത്യാശയുടെ പരമോന്നത സാക്ഷ്യമാണ് പരിശുദ്ധ മറിയം. ജീവിതത്തിലെ കണ്ണീർ കടലുകൾ പ്രത്യാശയോടെ നീന്തിക്കടന്നവളാണ് പരിശുദ്ധ മറിയം. മറിയം എന്ന വാക്ക് മിർ അധികം യാം, മിർയാം എന്ന ഹീബ്രു പദമാണ്. മിർ എന്നാൽ കയ്പ്, യാം എന്നാൽ കടൽ. കയ്പിന്റെ കടൽ നീന്തി കടന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം.